ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യ കാണാം. ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ട് ബംഗ്ലാദേശിനെ കാണാം. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇതിന് തൊട്ടടുത്തായിട്ട് ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് എന്ന് പറയുന്ന ഒരു അവരുടെ നമ്മുടെ സ്റ്റേറ്റ് പോലെ ഒരു റീജിയൻ ഉണ്ട്. ചിറ്റഗോങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുമായിട്ടും ബംഗ്ലാദേശിന്റെ ചെറിയൊരു ഭാഗമായിട്ടും മ്യാൻമാർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ അരാക്കൻ ആർമി നിലയുറപ്പിച്ചിട്ടുള്ള റഖൈൻ സ്റ്റേറ്റുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത്. ചിറ്റഗോങ്ങിൽ ഈ കാണുന്ന കോക്സ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം വലിയൊരു ആക്രമണം നടന്നത്. ഇവിടെ ശരിക്കും ബംഗ്ലാദേശിന്റെ ഒരു എയർഫോഴ്സിന്റെ ഒരു ബേസ് ഉണ്ട്. സോ അവരുടെ ഒരു സംവിധാനത്തിൽ, ഒരു ഫെസിലിറ്റിയിലാണ് ഒരു ആക്രമണം നടന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് പുറത്തുവിടുന്ന വാർത്ത അനുസരിച്ച് ഒരു ഓഫീസർ മരണപ്പെട്ടു എന്നാണ്. പക്ഷേ വളരെ വലിയൊരു ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ഈ അരാക്കൻ ആർമി മ്യാൻമാറിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുകയും റഖൈൻ സ്റ്റേറ്റിന്റെ അടക്കം നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഒരു വാർത്ത വന്നിരുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തികൾക്കുള്ളിലേക്ക് ഈ അരാക്കൻ ആർമി കയറി കഴിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. ബംഗ്ലാദേശ് ആ സമയങ്ങളിൽ അത് വളരെയധികം നിഷേധിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഈ കോക്സ് ബസാർ എന്ന് പറയുന്നത് അരാക്കൻ ആർമിക്ക് സ്വാധീനമുള്ള റഖൈൻ സ്റ്റേറ്റിന് വളരെ അടുത്താണ്. അതായത് റഖൈൻ സ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിന്റെ പല പ്രദേശങ്ങളും നേരത്തെ തന്നെ അരാക്കൻ ആർമി കയ്യേറിയെന്നും പല മേഖലകളിലും ഈ അരാക്കൻ ആർമി എന്നുള്ളത് മാത്രമല്ല, ഈ അരാക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ ബംഗ്ലാദേശികൾക്കിടയിൽ കയറുകയും അവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോ ഇത് ശരിവെക്കുന്ന ഒരു ആക്രമണമാണിത്. ഇതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒരു ആൾക്കൂട്ടവും ഈ സൈനികരും തമ്മിൽ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയൊക്കെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. പക്ഷേ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബംഗ്ലാദേശികളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതായത് ആൾക്കൂട്ടം എന്ന വാക്കാണ് ബംഗ്ലാദേശും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് അരാക്കൻസ് ആണോ അല്ലെങ്കിൽ റഖൈൻ സ്റ്റേറ്റിൽ നിന്ന് എത്തിയ ആൾക്കാരാണോ എന്നതിൽ സംശയമുണ്ട്. അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. നിലവിൽ അതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് നമുക്ക് കാണാം. അതായത് ഈ മ്യാൻമാറിൽ നിന്ന് വലിയൊരു വിഭാഗം അരാക്കൻസിന്റെ ആൾക്കാർ, മിലിറ്ററി ഭാഗമായിട്ട് നിൽക്കുന്നവരും അല്ലാതെയുള്ള ആൾക്കാരും വലിയ തോതിൽ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് അവരുടെ സ്റ്റേറ്റിലേക്ക് കയറുകയും വലിയൊരു പ്രദേശത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണെന്നും ഇക്കാര്യം ബംഗ്ലാദേശ് ഒഫീഷ്യലായിട്ട് പുറത്തുവിടാത്തതിന്റെ കാരണം അത് അവർക്ക് നാണക്കേട് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണെന്നുമാണ് സൂചനകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വലിയ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും നേരത്തെ തന്നെ മ്യാൻമാറും ബംഗ്ലാദേശും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അരാക്കൻ ആർമി ഈ ഒരു റഖൈൻ സ്റ്റേറ്റിൽ ആധിപത്യം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ മ്യാൻമാർ സൈന്യത്തിന്റെ സകല പോസ്റ്റുകളും ഇവർ പിടിച്ചെടുത്തു. മ്യാൻമാർ സൈന്യത്തിനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡർ, ആ ബോർഡറിൽ ഉണ്ടായിരുന്ന പോസ്റ്റുകൾ അടക്കം ഇവർ പിടിച്ചെടുക്കുകയും അതിനുശേഷം പലയിടങ്ങളിലും ബംഗ്ലാദേശിലെ അതിർത്തി സേനയുമായിട്ട് ഈ അരാക്കൻസ് ഏറ്റുമുട്ടിയെന്നും സൂചനകളുണ്ട്. അരാക്കൻ ആർമിയുടെ കയ്യിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഇന്ത്യയാണ് അവർക്ക് സപ്ലൈ ചെയ്തത്, ഇന്ത്യയിലെ റോ ആണ് അവർക്ക് ഇപ്പോൾ പരിശീലനം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അത് ആക്ഷേപമായിട്ട് മാത്രം നമുക്ക് കാണാം. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളും കവചിത വാഹനങ്ങളും ഒക്കെ പോലും അരാക്കൻ ആർമിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ അതിർത്തിയുടെ പല പോസ്റ്റുകളും അരാക്കൻസ് പിടിച്ചെടുക്കുകയും അവിടേക്ക് അരാക്കൻ ആർമി പടിപ്പടിയായിട്ട് കയറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. കിലോമീറ്ററുകളോളം പ്രദേശങ്ങൾ, ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ അരാക്കൻ നിയന്ത്രണത്തിലുണ്ട്. പല പ്രദേശങ്ങളിലും അരാക്കൻസിന് വലിയ സ്വാധീനമുണ്ട്. എന്ന് വെച്ചാൽ ബംഗ്ലാദേശികൾക്കിടയിൽ അരാക്കൻ ആർമിയിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ റഖൈൻ സ്റ്റേറ്റിൽ നിന്നുള്ളവർ കുടിയേറിയിട്ടുണ്ട്, അവർ നുഴഞ്ഞു കയറിയിട്ട് അവർക്കിടയിൽ ഉണ്ട് എന്നും സൂചനകളുണ്ട്. അതായത് മ്യാൻമാറുമായിട്ട് അതിർത്തി വരുന്ന ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ ഒരു സംഘർഷ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ആൾക്കൂട്ട ആക്രമണം രൂപപ്പെട്ടത് എന്നാണ് സൂചന. എന്താണെങ്കിലും ബംഗ്ലാദേശിന്റെ ഇന്റേണൽ പൊളിറ്റിക്സും വളരെ പ്രശ്നത്തിലാണ്. എന്ന് വെച്ചാൽ ആഭ്യന്തരമായിട്ട് ഒരു സ്ഥിരതയില്ല, ലോ ആൻഡ് ഓർഡർ എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പട്ടാളവും അതുപോലെ സാധാരണ ബംഗ്ലാദേശികളും തമ്മിൽ പോലും പലയിടങ്ങളിലും തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിലാണ് എയർഫോഴ്സ് ക്യാമ്പിന് നേരെ തന്നെ ഒരു ആക്രമണം ഉണ്ടായതും ഒരു ഓഫീസർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത്. ശരിക്കും ബംഗ്ലാദേശ് ഇക്കാര്യങ്ങൾ പലതും മൂടി വച്ചിരിക്കുകയാണ്. വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഇവരുടെ ആ ഒരു ക്യാമ്പ് ഫെസിലിറ്റി കംപ്ലീറ്റ് തീയിട്ട് നശിപ്പിച്ചു എന്നാണ് സൂചന. ഇതിന്റെ പുറകിൽ അരാക്കൻസിന് പങ്കുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട്. ഇല്ല, ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരും സൈന്യവും തമ്മിൽ ഉണ്ടായ ഒരു ഏറ്റുമുട്ടലാണ് ഇത് എന്ന തരത്തിലും വാർത്തകളുണ്ട്. എന്താണെങ്കിലും ഇതിനിടയിൽ ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ റോ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ബംഗ്ലാദേശ് മാധ്യമങ്ങളും ഇതിനിടയിൽ ലേഖനങ്ങളൊക്കെ വെച്ചടിക്കുന്നുണ്ട്. സോ എന്താണെങ്കിലും ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.